ഹായ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OET സ്പീക്കിംഗ് ടൈമിലുള്ള ചില മിസ്റ്റേക്കുകൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില മിസ്റ്റേക്കുകൾ നമ്മുടെ പെർഫോമൻസിനെ മോശമായ രീതിയിൽ ബാധിക്കാം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് സം മിസ്റ്റേക്സ് that we ignore that will affect your performance in your OET speaking. So number one is not managing your time effectively during your OET speaking test. അതായത് OET റോൾ പ്ലേക്ക് നമുക്കൊരു സിനാരിയോ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറ്റണം. എന്താണോ സിനാരിയോ, ആ സിറ്റുവേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. സോ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So not giving much importance for the time management badly affects your performance. So that was the point number one. Point number two is excessive hesitation during the role play task. അതായത് നമുക്ക് റോൾ പ്ലേക്ക് ഒരു സിനാരിയോ കിട്ടുന്ന സമയത്ത് ചെറിയൊരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സംഭവം മാത്രമാണ്, പ്രശ്നം മാത്രമാണുള്ളതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. നമ്മൾ ടാസ്ക് കംപ്ലീറ്റ്ലി ആ ഹെസിറ്റേഷൻ നമ്മൾ ഈ പറയുന്ന ടാസ്കിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ എക്സസീവ് ഹെസിറ്റേഷൻ മൈറ്റ് ബാഡ്ലി എഫക്റ്റ് യുവർ റോൾ പ്ലേ ടാസ്ക്. തേർഡ് പോയിന്റ് ഇസ് നോട്ട് ഫുള്ളി അഡ്രസ്സിങ് ദ റോൾ പ്ലേ കാർഡ് ടാസ്ക്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അതായത് എന്ത് സിനാരിയോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം, അതും വിത്ത് ഇൻ ദ ഗിവൻ ടൈം. സോ അങ്ങനെ ഫുള്ളി അഡ്രസ്സ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതും ഈ പറയുന്ന പോലെ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. സോ ദാറ്റ് വാസ് പോയിന്റ് നമ്പർ 3, നോട്ട് ഫുള്ളി അഡ്രസ്സിങ് ദ റോൾ പ്ലേ കാർഡ് ടാസ്ക്. ഫോർത്ത് പോയിന്റ് ഇസ് lack of connecting words in OET speaking. Connecting words in OET speaking lo valore importance thaneyundu. Like for example we can say like firstly, lastly, to summarize, to conclude, in addition to add on എന്നുള്ള രീതിയിൽ കണക്റ്റിംഗ് വേർഡ്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ മിസ്സിംഗ് ഔട്ട് ദ കണക്റ്റിംഗ് വേർഡ്സ് ഇൻ യുവർ OET speaking can also badly affect your performance. Next is a very important point, and that is lack of confidence in your voice. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ത്രൂ അവർ ഐസ് ആൻഡ് ഓൾസോ ത്രൂ അവർ വോയിസ്. അപ്പം നമ്മൾ പതുക്കെ സൗണ്ട് കുറച്ചൊക്കെ സംസാരിക്കുന്നത് ദാറ്റ് ഡെഫിനറ്റ്ലി ഷോസ് ദാറ്റ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ യുവർ സ്പീക്കിംഗ്. ഓക്കെ, സോ lack of confidence will definitely affect your score in a bad way. Next one is making too many basic mistakes. അതായത് നമുക്കൊരു സിനാരിയോ തന്നിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വി ആർ നോട്ട് പ്രിപ്പയർഡ്. ലൈക്ക് വി ഹാവ് ടു ബി പ്രിപ്പയർഡ്, ബട്ട് ഐ എം ടെലിംഗ് നമുക്ക് ആ സിനാരിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നല്ല, ഒരു റിഹേഴ്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടാസ്ക് അല്ലല്ലോ. സോ ചില മിസ്റ്റേക്കുകളൊക്കെ ഈ പറയുന്ന പോലത്തെ എക്സാമിനേഴ്സ് ഓക്കെ സാരമില്ല എന്ന് വിചാരിക്കും. ബട്ട് സോ മേക്കിംഗ് ടു മെനി ബേസിക് മിസ്റ്റേക്സ് ഇൻ യുവർ OET സ്പീക്കിംഗ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് യുവർ സ്കോർ. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഓവർ യൂസ് ഓഫ് ഫില്ലർ ഫ്രേസസ്. അതായത് ഫില്ലേഴ്സ് നമുക്ക് പറയാം, പക്ഷേ അതും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഈ പറയുന്ന എക്സാമിനേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഡോണ്ട് എവർ ഗോ ഫോർ ഓവർ യൂസ് ഓഫ് ഫില്ലർ ഫ്രേസസ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് യൂസ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ടോൺ. ഇപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ്, can I know a bit more about it എന്നുള്ള ക്വസ്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു ടോൺ ഉണ്ട്. Can I know a bit more about it and can I know a bit more about it എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ടോണിൻ്റെയാണ്. സോ അപ്രോപ്രിയേറ്റ് ടോൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആൻഡ് നോട്ട് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ടോൺ വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് യുവർ OET സ്പീക്കിംഗ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഓവർ യൂസ് ഓഫ് മെമ്മറൈസ്ഡ് റെസ്പോൺസസ്. അതായത് നമ്മൾ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യും. ഈ പറയുന്ന റോൾ പ്ലേ സിനാരിയോസ് പല ടൈപ്പിലുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുന്ന കുറച്ച് റെസ്പോൺസുകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനത്തെ റെസ്പോൺസുകളുടെ ഓവർ യൂസ് വന്നിട്ടുണ്ടെങ്കിലും അഗെയിൻ ദേ വിൽ ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് യു ഹാവ് ബൈ ഹാർട്ടഡ് ആൻഡ് കം like they have already by hearted this thing and they are trying to just vomit the same thing here. So അങ്ങനൊരു രീതി അവർക്ക് തോന്നരുത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് അപ്രോപ്രിയേറ്റ് ടു ദ കോൺവെർസേഷൻ. കോൺവെർസേഷന് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. അതായത് പഠിച്ചു വന്നത് എല്ലാം ഇവിടെ പറഞ്ഞേക്കാം, എല്ലാ മെമ്മറൈസ്ഡ് റെസ്പോൺസസും ഇവിടെ യൂസ് ചെയ്തിരിക്കാം എന്നുള്ളത് will definitely badly affect your score and performance. Moving on to the next point, inability to paraphrase or rephrase and sounding too colloquial can also affect your performance. അതായത് പാരാഫ്രേസ് ചെയ്യാനും റീഫ്രേസ് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം.
ഹൗ ടു സേ ആൻഡ് ഹൗ ടു പ്രസൻറ്റ് വാട്ട് എവർ വി ഹാവ്, ലൈക്ക് ഇൻഫർമേഷൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഈ സംസാരത്തിൽ തന്നെ ഒരുപാട് കൊളോക്കിയൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ കൊളോക്കിയൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന പോലത്തെ പെർഫോമൻസിനെയും നമ്മുടെ സ്കോറിനെയും ബാധിക്കാം. So that was the last point. An inability to rephrase and paraphrase and also sounding too colloquial. So ignoring these points will definitely affect your OET speaking. So I hope this video will be really helpful for you, and for more such informational content, stay tuned.